പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമുക്ക് ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് പഠിക്കാം. ശുദ്ധീകരണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, പുതിയ നിയമസഭയിൽ ഇന്നത്തെ കൃപായുഗത്തിൽ എന്താണ് ദേവാലയ ശുദ്ധീകരണം എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ദൈവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ദേവാലയം വാണിഭശാലയാക്കരുത്, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല, പണമുണ്ടാക്കാൻ ഉള്ള ആ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ദേവാലയത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ദൈവാലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. അത് ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. ആരാധനയ്ക്കുള്ള സ്ഥലം വളരെ വിശുദ്ധമായി സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് സങ്കീർത്തനങ്ങൾ 69 പറയുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർ ഓർത്തത്. കർത്താവ് ദേവാലയത്തിൽ നിന്നും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കി. മണി ചേഞ്ചേഴ്സിൻ്റെ മേശയൊക്കെ മറിച്ചിട്ട് കളഞ്ഞു. അവിടെയുള്ള കച്ചവടക്കാരെയൊക്കെ വാർ എടുത്ത് അടിച്ച് ഓടിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയധികം കോപാകുലനായി പ്രവർത്തിച്ചതെന്ന് നാം അതിശയിച്ചേക്കാം. കാരണം ഒരു ദേവാലയത്തെക്കുറിച്ച് കർത്താവിന് ഒരു പ്രത്യേകമായ നിയമമുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലമായിരിക്കണം, അല്ലാതെ കച്ചവടക്കാർക്കും വാണിജ്യക്കാർക്കുമൊക്കെ കൊള്ളലാഭം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല. കൊള്ളലാഭം പോട്ടെ, ലാഭമുണ്ടാക്കുന്ന സ്ഥലമാണോ? അവിടെ എന്താണ്? പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത്, യാഗം കഴിക്കാനായിട്ട് വരുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ നിന്നും പ്രാവുകളെയും കാളകളെയും ആടുകളെയും ഒക്കെ കൊണ്ടുവരാൻ വിഷമമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? അവിടെ വന്നിട്ട് ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അതിനുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നും അവർ ആടുകളെയും ഇങ്ങനെയുള്ള പ്രാവുകളെയും ഒക്കെ വാങ്ങിച്ച് അവിടെ ദേവാലയത്തിൽ കൊണ്ടുപോയി യാഗം കഴിക്കുമായിരുന്നു. അവർക്കത് കുറച്ച് എളുപ്പമുള്ള കാര്യമായിരുന്നു, ദൂരെ നിന്നും ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവരുന്നതിന് പകരം. എന്നാൽ ഇത് ദേവാലയത്തിനകത്ത് തന്നെ ഒരു കച്ചവടമായി മാറി. അപ്പോൾ സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായിരിക്കേണ്ട സ്ഥലം എന്തായി തീർന്നു? കച്ചവടക്കാരുടെ ഒരു സ്ഥലമായിട്ട് തീർന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനല്ല പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്നത്. അവിടെ ആർക്കാണ്? അവിടെ ആരാണ് ഇരിക്കുന്നത്? കച്ചവടക്കാരാണ്, വാണിജ്യക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരവിടെ നിന്ന് വിലപേശി സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥലം മുഴുവനും പ്രാർത്ഥനാ സ്ഥലമായിരിക്കേണ്ട വിശുദ്ധ സ്ഥലം എന്തായി തീർന്നു? അത് ആ പ്രാകാരം, പുറത്തുള്ള പ്രാകാരത്തിലാണിത് നടത്തുന്നത്. അപ്പം ദേവാലയത്തിന് 3 സ്ഥലങ്ങളാണ്. പുറത്തെ സ്ഥലമുണ്ട്, അത് കഴിഞ്ഞ് വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്.
ഈ പറയുന്നത് പ്രാകാരത്തെക്കുറിച്ചാണ്. അതായത് ജാതികൾ വന്നു ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ യാഗം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് തങ്ങളെ തന്നെ ദൈവമുൻപാകെ താഴ്ത്തി മനസ്താപത്തോടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് സംസാരിക്കേണ്ട ഒരു സ്ഥലം എന്തായി തീർന്നു? ഇപ്പോൾ കച്ചവടക്കാരുടെ, വാണിജ്യക്കാരുടെ, കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. കാരണം വിശുദ്ധമായ സൂക്ഷിക്കേണ്ട ആ സ്ഥലം ഇപ്പോൾ കച്ചവടക്കാരുടെ കയ്യിലാണ്. അവർ പറയുന്ന പോലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായിരിക്കേണ്ട സ്ഥലത്തെ വാണിഭശാലയാക്കിയതിലാണ് കർത്താവിന് വിഷമവും കോപവും ഉണ്ടായത്. അങ്ങനെ അവരെ അവിടെ നിന്നും പുറത്താക്കുകയാണ്. എന്നാൽ പിന്നീട് കർത്താവ് അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥനാ സ്ഥലമായിട്ടാണ് ഈ സ്ഥലം വേർതിരിച്ചിരിക്കുന്നത് എന്ന് അവരോട് പറയുന്നു. അങ്ങനെ ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇനി പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ നാം വേറൊരു ശുദ്ധീകരണം കാണുന്നുണ്ട്. അതും ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം തന്നെയാണ്. അത് യോശിയാവെന്ന രാജാവിൻ്റെ സമയമാണ്. 8 വയസ്സുള്ളപ്പോഴാണ് യോശിയാവ് രാജാവായത്. അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ആഗ്രഹമുണ്ടായി. അതായത് ദേവാലയം ശുദ്ധീകരിക്കണമെന്നുള്ളത്. ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് ആളുകളെയൊക്കെ നിയമിക്കുന്നുണ്ട്. യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് അവിടെ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന പണമൊക്കെയും ഉപയോഗിച്ച് ആ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നു. ആ സമയത്ത് ദേവാലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിലൊന്നും ന്യായപ്രമാണ പുസ്തകത്തിന് യാതൊരു പ്രാധാന്യവും ആരും കൊടുത്തിരുന്നില്ല. അവിടെ നിന്നും കണ്ടുകിട്ടിയെന്നാണ് പറയുന്നത്. ദേവാലയത്തിൽ നിന്നും, അതായത് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കണം അത് കിട്ടിയത്. അപ്പോൾ മഹാപുരോഹിതനായ ഹിൽക്കിയാവ് അദ്ദേഹത്തോട് പറയുന്നു, ഇങ്ങനെ ഒരു ന്യായപ്രമാണ പുസ്തകം കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് വായിക്കാനുള്ളതാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ് അതിൽ തന്നിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി സമയം വേർതിരിച്ച് രാജാവ് ആ ന്യായപ്രമാണ പുസ്തകത്തിലെ പല കാര്യങ്ങളും വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ മനപ്രയാസമുണ്ടായി. കാരണം ഇത്രയും അനുസരണക്കേടോടാണോ ആ രാജ്യം ഇത്രയും നാൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നത്? അതായത് ദൈവത്തിന് യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ലല്ലോ, ദൈവവചനം പുറന്തള്ളപ്പെട്ടു പോയല്ലോ എന്നൊരു വലിയ മനപ്രയാസം അദ്ദേഹത്തിനുണ്ടായിട്ട് ആ പുസ്തകം മറ്റുള്ളവരെയും വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആ ദേവാലയത്തിലെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരത് വായിച്ച് കേൾക്കുന്നു. അവർ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. രാജാവ് തന്നെ മുൻകൈയെടുത്ത് ഈ ന്യായപ്രമാണ പുസ്തകം വായിക്കുകയും അതനുസരിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവരും അത് സ്വീകരിച്ചു. അങ്ങനെ അവരൊക്കെയും ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാനായിട്ട് അവർ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിനോടൊപ്പം മറ്റൊരു കാര്യവും ചെയ്യാനുണ്ട്. ഇത്രയും നാൾ വളരെ അധികം യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം അവിടെ നടന്ന മറ്റ് അന്യ ആരാധന, അതിൽ ഇരുന്ന ആളുകൾ അവരുപയോഗിച്ചിരുന്ന, അതായത് അന്യാരാധനയ്ക്കും അതിൻ്റെ യാഗത്തിനുമായി ഒക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട്, നീക്കം ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും അത് കിദ്രോൻ തോട്ടിൽ കൊണ്ടുപോയി അത് ചുട്ട് കരിച്ച് കളയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അന്യാരാധനയിൽ ഇരുന്ന വ്യക്തികളെയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന മറ്റ്
രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും പ്രധാനികളെയും ഒക്കെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുകയാണ്: യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരൂശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ട് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിൻ്റെ ശവക്കുഴികളിന്മേൽ ഇട്ട് കളഞ്ഞുവെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല അന്യ ആരാധനയെയും അതിലേർപ്പെട്ടിരുന്ന വ്യക്തികളെയും അതിനുപയോഗിച്ചിരുന്ന സാധനങ്ങളെയും എല്ലാം അവിടെ നിന്ന് പുറത്താക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അതൊരു വലിയ ശുദ്ധീകരണമായിട്ട്, ഒരു ദേവാലയത്തിൻ്റെ ശുദ്ധീകരണമായിട്ട് നാം കാണുന്നു. അപ്പോൾ ദേവാലയം എപ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് യോശിയ രാജാവ് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ എന്താണ് ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 3:16-17 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ പഴയ നിയമ ദേവാലയത്തിൽ നിന്നും ഒരു വ്യത്യാസം ഇവിടെ കാണുന്നത്, ഓരോ ദൈവമക്കളും, അതായത് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഓരോ വ്യക്തിയെയും വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാകയാൽ നിങ്ങളും അങ്ങനെ തന്നെ വിശുദ്ധിയുള്ളവരായിരിക്കണം. നാം വിശ്വസിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും തൻ്റെ മരണ പുനരുത്ഥാനത്തിലും വിശ്വസിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളിൽ ആത്മാവ് വരികയും ആത്മാവ് നമ്മെ മുദ്രയിടുകയും ചെയ്യുന്നു. കർത്താവിൻ്റേതായിട്ട് നാം തീരുകയാണ്, കർത്താവിൻ്റെ മന്ദിരമായി തീരുകയാണ്. എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധമായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാനൊക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മെ തന്നെ നാം വിശുദ്ധരായി സൂക്ഷിക്കാൻ പരിശ്രമിച്ചാൽ തന്നെയും പലപ്പോഴും പലതിലും നാം വീണു പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ദിരം നാം വിശുദ്ധമായി എങ്ങനെ സൂക്ഷിക്കാനൊക്കും? എത്രമാത്രം അത് സാധ്യമാണ്? എത്രമാത്രം പോരാട്ടമാണ് ഈ വിഷയത്തിൽ ഓരോ വ്യക്തിയും നേരിടുന്നത് എന്നുള്ളത് നാം ചിന്തിക്കണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ
സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള കാര്യം റോമാലേഖനം 12-ാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നത് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പം ഇങ്ങനെയുള്ള മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരത്താലാണ് നാം ക്രമേണ വിശുദ്ധീകരിക്കപ്പെടുന്നതും ക്രിസ്തുവെന്ന തലയോളം വളരുന്നതും. ഇതിനായിട്ട് നാം പലപ്പോഴും പല തെറ്റുകളും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് വലിയ മനപ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആ മനപ്രയാസത്തിൽ കഴിയുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാലോ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാം നമ്മുടെ തെറ്റ് അംഗീകരിക്കണം. യിരെമ്യാപ്രവചനം 3:13 അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് നാം എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ദൈവം മുൻപാകെ ഏറ്റുപറയുക. അപ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടാനായിട്ടുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ദൈവവചനം വായിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുകയും മനഃപൂർവ്വമായി പാപം ചെയ്യാതിരിക്കാനായി ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് 1 യോഹന്നാൻ 1:9 പറയുന്നു. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു ചെന്ന് നാം നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ പ്രാപിപ്പാൻ തക്കവണ്ണം തൻ്റെ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കാം, കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മെ ശുദ്ധീകരിക്കാം, കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കാം. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമ്മളുടെ പാപത്തെ വഹിച്ചുകൊണ്ടാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അപ്പോൾ കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാനായിട്ട് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് കർത്താവ് ഏറ്റെടുത്തത്. അപ്പോൾ അതിൽ വിശ്വസിക്കുമ്പോഴാണ് നാം ശുദ്ധീകരണം പ്രാപിക്കുന്നത്. വചനത്തിൽ കൂടെ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ നാം ശുദ്ധിയുള്ളവരായി തീരുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും കഴിയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശദീകരിക്കാനും കഴിയുകയില്ല, നിങ്ങൾക്ക് ഫലം കായ്ക്കാനും കഴിയുകയില്ല. അപ്പോൾ കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പം വചനം തുടർച്ചയായി വായിക്കുക. വചനം നമ്മളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് നമ്മെ ശുദ്ധീകരിക്കും. അതാണ് മനസ്സിന് ആ ഒരു മനസ്സ് നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൽ നിന്നും സൗജന്യമായ ക്ഷമ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായത് നിമിത്തമുള്ള ആ ഒരു ഫലം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളുടെ വിശ്വാസത്തിൽ കൂടെയാണ്.
ദേവാലയ വിശുദ്ധീകരണത്തിൻ്റെ 3 തലങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചത്. കർത്താവ് അക്ഷരീയമായി ആ ദേവാലയത്തെ ശുദ്ധീകരിച്ചു. അവിടെയുള്ള കച്ചവടക്കാരെയും പ്രാക്കളെ വിൽക്കുന്നവരെയും മണി എക്സ്ചേഞ്ച് ചെയ്യുന്നവരെയും ഒക്കെ അവിടെ നിന്ന് ഇറക്കിക്കളഞ്ഞിട്ട് കർത്താവ് തൻ്റെ ആലയത്തെക്കുറിച്ച് എരിവുള്ളവനായി, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, അതിനെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ യോശിയ രാജാവ് തൻ്റെ ടെമ്പിളിനെ, അതായത് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? അനേകം രാജാക്കന്മാർ തനിക്ക് മുൻപുണ്ടായിരുന്നവരൊക്കെയും അന്യാരാധനയിലും ഒക്കെ പ്രവർത്തിച്ച് അശുദ്ധമാക്കിയ ആ ദേവാലയത്തെ, അവരുടെ അന്യാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളും ഉപകരണങ്ങളും എല്ലാം അവിടുന്ന് മാറ്റിക്കളഞ്ഞ് അത് ചെയ്തവരെയൊക്കെയും അവിടെ നിന്ന് പുറത്താക്കി ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. വചനം, അതായത് ന്യായപ്രമാണം ജനത്തെ വായിച്ചു കേൾപ്പിക്കുന്നു. അവർ ദേവാലയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു. ഇത് നമ്മൾ കണ്ടു. എന്നാൽ പുതിയ നിയമത്തിൽ, ഇന്ന് ഈ കൃപായുഗത്തിൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ ആലയമാണ്. കർത്താവിൻ്റെ ആലയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ വചനത്താലും കർത്താവിലുള്ള വിശ്വാസത്താലും കാൽവറി യാഗത്തിലുള്ള ആശ്രയത്തിലും അതുപോലെ തന്നെ പ്രത്യാശയിലും, അതായത് നമ്മെ ചേർക്കുവാൻ കർത്താവ്, അതായത് സഭയെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരും. ഉൽപ്രാവണത്തിലൂടെ നാം കർത്താവിനോട് ചേർക്കപ്പെടും. അപ്പോഴാണ് ഈ പ്രത്യാശയാലും കൂടെയാണ് നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുന്നത്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ ഈ മന്ദിരത്തെ നാം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങളും നാം ഇവിടെ ചിന്തിച്ചു. വചനം, കർത്താവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്, അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൃപായുഗത്തിൽ നമ്മുടെ ദേവാലയത്തെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.